ഗൈസ് അങ്ങനെ അജ്മാനിൽ നിന്നേക്കുള്ള യാത്ര മധ്യയാണ് ഞങ്ങൾ അൽജോഹറ ബീച്ചിന്റെ അവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പോയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഷാർജ അൽവഹാദ എത്താനായിട്ടുണ്ട്. അതിനപ്പുറത്ത് മാർക്കൻ സേവ്, നട്സ് വേൾഡ്, വെജിമിയുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് അൽസോറ ബീച്ച് അത്രയും നല്ലൊരു ഏരിയ എന്നാണ് കേട്ടറിവ് കിട്ടുക. കണ്ടിട്ട് കേട്ടറിവിനേക്കാൾ വലിയ സത്യമാണ് കണ്ടറിവ്. ആ കണ്ടറിവ് ആസ്വദിക്കാനാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ എന്ന് പോയിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ വണ്ടി എടുത്തിറങ്ങിയത്. പോയിട്ട് നോക്കട്ടെ ഫാമിലിക്ക് സെറ്റപ്പ് ഉണ്ടോ ഇല്ലേ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം. പക്ഷെ നോർമലി വീക്കെൻഡ്സിൽ അവിടെ ഭയങ്കര തിരക്കാന്ന് പറയാം. മിഡ് വീക്സിൽ ഇല്ലാന്നറിയാം, അതുകൊണ്ടാണ് പോകുന്നത്. വീക്കെൻഡ്സിൽ അങ്ങോട്ട് ആ ഏരിയയിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ്. ഭയങ്കര വൈബാ. നമ്മളെ ചാനലിന്റെ പേര് പ്രവാസി വൈബ് എന്ന് പറഞ്ഞ മാതിരി തന്നെ വൈബായി. നമ്മൾ പ്രവാസികൾ വെറുതെ ഡ്യൂട്ടി കഴിഞ്ഞ് വീണ്ടും റൂമിൽ പോയി ആ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്ത് റിലാക്സേഷനാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും 10-12 മണിക്കൂർ 10 hours 8 hours 9 hours ഡ്യൂട്ടി കഴിഞ്ഞ് വീണ്ടും റൂമിൽ പോവാ, ഫോണിൽ നോക്കുക, വീട്ടിൽ കുറിച്ച് വിളിക്കുക, കിടന്നുറങ്ങുക. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ലൈഫും കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ് സമയം നമുക്ക് സമയം കിട്ടില്ല. നമ്മളായിട്ട് ആ സമയത്ത് ഉണ്ടാക്കണം, കണ്ടെത്തണം. നമുക്ക് വേണ്ടിയുള്ള സമയം നമ്മളായിട്ട് കണ്ടെത്തണം. അല്ലാതെ വെറും റൂമും ഓഫീസ് അല്ലെങ്കിൽ ഷോപ്പ് അല്ലെങ്കിൽ പണി നടന്നു കഴിഞ്ഞാൽ നമ്മളെ യൗവനവും നമ്മളെ ജീവിതവും നമ്മളിവിടെ പുതപ്പിനും 2 ഡോർമെറ്ററി റൂം ബെഡുകൾക്കിടയിലും ഉരുകി തീരെയുള്ളൂ. ഇത് ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, എല്ലാവർക്കും ഒരു പോസിറ്റീവ് അത്രേ ഉള്ളൂ. നമ്മൾക്ക് അവസ്ഥ അങ്ങനെയാണ്. നമ്മളൊന്നിപ്പോ ഫുള്ള് ലക്ഷറി ലൈഫ്, സിംഗിൾ ബെഡ്റൂം, 1 BHK ഫ്ലാറ്റ് അങ്ങനൊന്നും അല്ല. നമ്മൾ നോർമൽ ഒരു പ്രവാസി സാധാരണക്കാരന് സാധാരണക്കാരന്റെ വൈബ് അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷാർജ സിറ്റി സെന്ററും കടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. അൽസോറ ലക്ഷ്യം വെച്ചിട്ട് അൽവാദ് എത്തിയിട്ടുള്ളൂ നമ്മള്. ഇനിയും കുറച്ച് മണി 30 മിനിറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ട്രാഫിക് ഒക്കെ നേരിയൊരു കുറവ് കാണുന്നുണ്ട്. ഇന്ന് കത്തിച്ചു വിട്ട പാപ്പ. യെസ്, അത്യാവശ്യം ട്രാഫിക് കുറച്ചൊന്ന് അഴിഞ്ഞിട്ടുണ്ട്.